കണ്ട സഹകളൊന്നും ഇതിലോടി പോട്ടെ, അപ്പുറം സൗകര്യം ചെയ്തു അതിലോടി പുറത്തേക്ക് പോകും. സഖാവ് ടി കെ കുഞ്ഞിരാമൻ്റെ ആകസ്മികമായ വേർപാട് വടകരയിലെ പൊതു മണ്ഡലത്തിനും പ്രത്യേകിച്ച് CPIM-നുമെല്ലാം വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. ദീർഘകാലത്തെ പ്രവർത്തന അനുഭവവും പാരമ്പര്യവുമുള്ള മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവ് ടി കെ. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് പുരോഗമന ആശയത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും പിന്നിൽ അണിനിരത്തുന്നതിൽ അതുല്യമായ പങ്ക് മറ്റ് നേതാക്കളോടൊപ്പം ചേർന്ന് ചരിത്ര കാലഘട്ടത്തിൽ നിർവഹിച്ച ഒരു ഉന്നതനായ സംഘാടകനും നേതാവുമായിരുന്നു സഖാവ് ടി കെ. കർഷക തൊഴിലാളികളോടും അധസ്ഥിത ജനവിഭാഗങ്ങളോടും വലിയ തോതിലുള്ള ആത്മബന്ധം പുലർത്തിയ അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് നിർവഹിച്ചു എന്ന് മാത്രമല്ല, ഒട്ടേറെ ത്യാഗങ്ങൾ, വിവരണാതീതമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പതിറ്റാണ്ടുകൾക്ക് ഇടയിൽ, തൻ്റെ നീണ്ട പ്രവർത്തന കാലഘട്ടത്തിനിടയിൽ സഖാവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കൊടിയ മർദ്ദനങ്ങളും ജയിൽവാസവും അതുപോലെ കോട്ടപ്പള്ളി സംഭവം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ പ്രതിചേർക്കപ്പെട്ട് ജയിൽവാസം ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വന്നു. മാസങ്ങളോളം വിചാരണ നേരിടേണ്ടി വന്നു. എല്ലാറ്റിൻ്റെയും മുമ്പിൽ പതരാതെ ധീരമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെയും എല്ലാം മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് നിർവഹിച്ചിട്ടുള്ള സഖാവ് ടി കെയുടെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. 1970-കളുടെ ആദ്യം മുതൽക്കാണ് സഖാവ് ടി കെ കുഞ്ഞിരാമൻ CPIM-ൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നത്. തികഞ്ഞ യുക്തിവാദിയായിരുന്ന സഖാവ് ആ യുക്തിവാദ പ്രസ്ഥാനത്തിലൂടെയാണ് പാർട്ടിയുടെ പ്രവർത്തനത്തിലേക്ക് ആകർഷനാവുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഏറെക്കുറെ ആദ്യാവസാനം ഈ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗമായ കർഷക തൊഴിലാളികളുടെയും അതുപോലെ കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം നേതൃത്വ പദവിയിലേക്ക് ഉയർന്നു വന്നത്.
ആദ്യഘട്ടത്തിൽ സാംസ്കാരിക രംഗത്ത് ജനകീയ സാംസ്കാരിക വേദി എന്നുള്ളൊരു സംഘടന വടകരയിൽ CP അബൂബക്കർ സെക്രട്ടറിയായി രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ സാംസ്കാരിക സംഘടനയിലൂടെ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സഖാവ് മുമ്പോട്ട് വരികയുണ്ടായി. 71 കോട്ടപ്പള്ളിയിലെ ഒരു ഫ്യൂഡൽ മാടമ്പിയായിരുന്ന തിരുവന കുഞ്ഞിരാമൻ നമ്പ്യാർ ഒരു സംഘട്ടനത്തിൽ മരണപ്പെട്ടപ്പോൾ TK കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടായി. കോട്ടപ്പള്ളിയാണെങ്കിൽ CRPയുടെ വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ ഒക്കെ നടക്കുന്ന സമയമായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുധീരം മുമ്പോട്ട് പോയപ്പം കുഞ്ഞിരാമനും അതിൻ്റെ നേതൃത്വപരമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ജനകീയ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. കർഷക സംഘത്തിൻ്റെ കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയായിരുന്നു കുഞ്ഞിരാമൻ. അദ്ദേഹം വടകര കർഷക തൊഴിലാളി യൂണിയൻ്റെ ഏരിയ സെക്രട്ടറിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കർഷക തൊഴിലാളിയുടെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പും ഏറ്റവും സുശക്തമായ സംഘടനയുള്ള ഒരു പ്രദേശമായിരുന്നു വടകര ഏരിയ കമ്മിറ്റി. പിന്നീട് അദ്ദേഹം ജില്ലാ പ്രസിഡൻ്റായി കർഷക തൊഴിലാളി യൂണിയൻ്റെ. നിരവധിയായ സമരങ്ങളിൽ അദ്ദേഹം നേതൃത്വം കൊടുത്തു, പങ്കാളിയായി. 1971 കുടിക്കടപ്പ് സമരത്തിലായാലും തുടർന്നിങ്ങോട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങളിലെല്ലാം ഒരു ധീരനായ പോരാളിയായി സഖാവ് TK പങ്കെടുക്കുകയും ജയിൽവാസം വരിക്കുകയും ഒക്കെ ചെയ്തത് ആവേശകരമായ അനുഭവങ്ങളാണ്. എക്കാലത്തും പാവങ്ങളുടെ ഭാഗത്ത് നിലയുറപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആവശ്യമായ രീതിയിലുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടാണ് സഖാവ് പാർട്ടിയുടെ സുദീർഘമായൊരു കാലം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. അതിനുശേഷം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായി. ഇപ്പോൾ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി സ്ഥാനം ഒഴിവാക്കാൻ സഖാവ് തയ്യാറായത്. എന്നാൽ പോലും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അനാരോഗ്യം വകവെക്കാതെ സജീവമായി പങ്കെടുക്കുന്ന ഒരു സഖാവാണ് കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ്റെ പ്രസംഗം എല്ലാവരും ആകൃഷ്ടരാകുന്നൊരു പ്രസംഗമാണ്. പോലീസിനെ വെല്ലുവിളിക്കേണ്ട ഘട്ടത്തിലും പാർട്ടിക്കെതിരായിട്ട് അക്രമത്തിനൊരുങ്ങുന്ന ശത്രുവർഗത്തിൻ്റെ തയ്യാറെടുപ്പിനൊക്കെതിരായി കുഞ്ഞിരാമൻ്റെ ചാട്ടുളി പോലെയുള്ള പ്രസംഗങ്ങൾ എക്കാലത്തും പാർട്ടി സഖാക്കൾക്ക് ആവേശമായിരുന്നു. ഈ രീതിയിലുള്ള പ്രസംഗം മാത്രമല്ല, വളരെ കൃത്യമായി രാഷ്ട്രീയ കാര്യങ്ങൾ അളന്നു മുറിച്ച് ഒരു നാടകത്തിലെ സംഭാഷണ ശകലം പോലെ അല്ലെങ്കിൽ ഒരു കവിതാമയത്തിലുള്ള വാക്യങ്ങളിലൂടെ അദ്ദേഹം ഏറ്റവും വൃത്തിയായി കാര്യങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. ജനങ്ങൾക്ക് എക്കാലത്തും TK കുഞ്ഞിരാമൻ്റെ പ്രസംഗം എന്നും ഒരാവേശമായിരുന്നു. നിരവധിയായ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുത്ത ധീരനായ ഒരു സഖാവിൻ്റെ വേർപാടിലാണ് വടകര ഇന്ന് ദുഃഖിക്കുന്നത്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഇങ്ങോട്ട് കൂട്ടി.
അങ്ങനെയുള്ള ആളുകളെ മാറ്റിക്കൊടുക്കും. സഖാവ് ടി കെ വടകര താലൂക്കിലും കോഴിക്കോട് ജില്ലയിലും കർഷക തൊഴിലാളി പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ്. അടിമസമാനമായ ജീവിതം നയിച്ചിരുന്ന കർഷക തൊഴിലാളികളുടെ വിമോചനത്തിന് വേണ്ടിയുള്ള വലിയ സമരപ്രക്ഷോഭം 1970-കൾ മുതൽ നാടിൻ്റെ നാനാഭാഗത്തും നടക്കുകയുണ്ടായി. വടകര താലൂക്കിൽ തീക്ഷ്ണമായ സമരമാണ് നടന്നത്. കോട്ടപ്പള്ളി സമരം, തോട്ടക്കാട് മിച്ചഭൂമി സമരം, നാദാപുരം മേഖലയിൽ നടന്ന കർഷക തൊഴിലാളി പോരാട്ടങ്ങൾ, ഈ പോരാട്ടങ്ങളിലെല്ലാം സഖാവ് കണാരേട്ടൻ, കേളപ്പേട്ടൻ, ടി സി ഗോപാലൻ മാഷ് തുടങ്ങിയ കർഷക തൊഴിലാളി നേതാക്കളോടൊപ്പം വിശ്രമമില്ലാതെ ഗ്രാമപ്രദേശങ്ങളിൽ ഓടി നടന്ന് അടിസ്ഥാന വർഗമായ കർഷക തൊഴിലാളിയെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സമൂഹത്തിൻ്റെയാകെ നേതാവായി ടി കെ വളർന്നത്. അദ്ദേഹം നല്ല വായനക്കാരനായിരുന്നു, നല്ല പ്രസംഗകനായിരുന്നു, മികച്ച പ്രക്ഷോഭകാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിനും പാർട്ടിക്കും തീരാ നഷ്ടമാണ് വരുത്തിവെച്ചിട്ടുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ഉയർന്ന് പ്രവർത്തനം നടത്തിയ ഒരു സഖാവായിരുന്നു ടി കെ. ഏറ്റവും അടിത്തട്ടിലുള്ള കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാവ് ടി കെ. എത്ര ഗഹനമായ വിഷയമാണെങ്കിൽ പോലും അതെല്ലാം വളരെ ലളിതമായി ശ്രോതാക്കളെ ബോധ്യപ്പെടുന്ന തരത്തിൽ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. അവസാന കാലം വരെ പൊതുപ്രവർത്തന രംഗത്ത് കർമ്മനിരതനായ സഖാവ് ടി കെയുടെ വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും CPM-നോടുമുള്ള കുടുംബത്തോടും CPM സഖാക്കളും ഉള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി, ലിഫ്റ്റ് ടെക്നോളജി, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്. സറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര.